നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ എൽ ക്ലാസിക്കോ നടന്ന ദിവസം ഹൻസി ഫ്ലിക്കിൻ്റെ പിതാവ് മരണപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്നലെ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഹൻസി ഫ്ലിക്ക് ഒടുവിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഞാനൊരു കഥ പറയട്ടെ, അതൊരു ഓർഡിനറി ആയിട്ടുള്ള സംഭവമല്ല, വളരെ സീരിയസ് ആയ കാര്യമാണ് എന്ന് കളിക്ക് ശേഷം വിശദീകരിച്ച് ആ നിമിഷങ്ങൾ കടന്നു പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹൻസി ഫ്ലിക്ക് പറയുന്നു, I will tell you a story. It's not an ordinary matter, it's serious. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു കഥ പറയട്ടെ, ഇത് സാധാരണഗതിയിലുള്ളൊരു വിഷയമല്ല, കുറച്ച് ഗൗരവതരമാണ്. ഇന്ന് രാവിലെ എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പിതാവ് മരണപ്പെട്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. എൻ്റെ സ്ക്വാഡിനോട്, താരങ്ങളോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് ചിന്തിച്ചു. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു അവരോട് പറയാം. കാരണം അവരെനിക്ക് എൻ്റെ കുടുംബം പോലെ തന്നെയാണ്. സോ ഐ ടോൾഡ് ദം. പിന്നെ അവർ ചെയ്തത് എന്താണെന്നുള്ളത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് വാട്ട് ദേ ഡിഡ് ആഫ്റ്റർ ദാറ്റ്. നമുക്കറിയാം, പിന്നെ ബാഴ്സലോണ ആ ഒരു അനുശോചനം അറിയിച്ചു. അദ്ദേഹത്തെ ആ ഒരു ആശ്വസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോയി. അതാണ് അദ്ദേഹം പറയുന്നത്. ഐ വിൽ നെവർ ഫോർഗെറ്റ് വാട്ട് ദേ ഡിഡ് ആഫ്റ്റർ ദാറ്റ്. ഇറ്റ് വാസ് അൺബിലീവബിൾ. അവിശ്വസനീയമായിരുന്നു. ഞാൻ ഒരിക്കലും അതൊന്നും അതിനുശേഷമുള്ള നിമിഷങ്ങൾ മറക്കില്ല. എന്തായാലും ഇപ്പോൾ ഈ കിരീടമൊക്കെ നേടി നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതോടൊപ്പം എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുകയും ചെയ്തു. എല്ലാ പ്ലേയേഴ്സും, എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും, ഈ ക്ലബിലുള്ള എല്ലാവരുടെ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. അവരും സന്തോഷത്തിലാണ്. ടു ബി ദിസ് ഈസ് എ റിയൽ ഫാമിലി എന്നാണ് ഹൻസി ഫ്ലിക്ക് ആ വിഷയത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ബാഴ്സലോണയിൽ ജീവിക്കാനും ഈ ക്ലബ്ബിൽ വർക്ക് ചെയ്യാനും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾ വളരെ വളരെ കൈൻഡാണ്. എൻ്റെ കോച്ചിങ് സ്റ്റാഫിനോടും എന്നോടും എല്ലാവരും നല്ല രൂപത്തിലാണ് പെരുമാറുന്നത്. അത് വളരെ അധികം മൂല്യമുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് വണ്ടർഫുൾ. തീർച്ചയായിട്ടും ഞാൻ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിവിടെ തുടരണം. നമ്മൾ ഈ ക്ലബിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിരിക്കും എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.